ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഈവനിങ് ടൈമാണ് കേട്ടോ. എന്നും രാവിലത്തെ വ്ളോഗുകളായതുകൊണ്ട് തന്നെ ഇന്ന് ഈവനിങ് ആക്കാമെന്ന് കരുതി. ഭയങ്കരമായ പ്ലാനിങ്ങോട് കൂടി തുടങ്ങിയ ഒരു വ്ളോഗാണ്. പക്ഷേ ഇതൊക്കെ നൈസായിട്ട് പാളിപ്പോവുകയും ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് നടന്നത് നമുക്ക് നോക്കാം. ഞാൻ വർക്കൊക്കെ ഒരുവിധം ഒതുക്കി വെച്ച്, അതായത് ഈവനിങ്ങിലൊക്കെ വ്ളോഗ് എടുക്കണമെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ ഭയങ്കര പാടാണ്. വർക്കുണ്ട്, കുഞ്ഞുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ വർക്കെല്ലാം ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വലിയ വർക്കൊന്നും ഇല്ലയെന്ന് പ്രതീക്ഷിച്ച് ഞാനൊന്ന് ഫ്രഷ് ആകാൻ പോയി. ഇപ്പോൾ ഈവനിങ് ഒരു 4:15 ആയി. 4:15 സമയമാണ്. നല്ല തെളിഞ്ഞ അന്തരീക്ഷവും നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെ ആയിട്ടിരിക്കുവാണ്. അങ്ങനെ അത്തപ്പൂ എല്ലാം പറന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇടുന്നത്. ഓണം സെലിബ്രേഷനാണ് മോക്ക്. അപ്പോൾ അവൾ പെട്ടെന്ന് നേരത്തെ ഒരുങ്ങണം. മലയാളി മങ്ക അങ്ങനെ ഒരുപാട് കോസ്റ്റ്യൂമൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് നേരത്തെ ഒരുക്കുന്നുണ്ട്. പൂക്കളം വിശാലമായിട്ടൊന്നും ഇടാൻ സമയമില്ലാത്തതുകൊണ്ട് കുഞ്ഞു പൂക്കളാണ്. അത് ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ സ്കൂൾ ബസ്സൊക്കെ പോകുന്നുണ്ട് കാര്യമായിട്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് സ്കിൻ കെയർ എന്ന് പറയാൻ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നാൽ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. കോമൺ ആയിട്ട് അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അലോവേര ജെൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കാം. എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. കോമൺ ആയിട്ട് ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നത് DIYs ആണ്. അതായത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫേസ് പാക്സ്, ടോണർ, അതുപോലത്തെ ഐറ്റംസ്. ഞാൻ ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന റൈസ് വാട്ടർ ടോണറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പനിനീറില്ലേ, റോസ് വാട്ടർ, അതും വീട്ടിലുണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കുക. നിങ്ങളില്ലെങ്കിൽ ചാനലിൽ കയറി കണ്ടാലും മതിയാവും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ ഷീറ്റ് മാസ്ക് എന്തെങ്കിലും വാങ്ങി യൂസ് ചെയ്താലായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആക്ച്വലി പനങ്കുല പോലത്തെ ഒരു മുടിയായിരുന്നു. സ്വയം പുകഴ്ത്തിയല്ല, അങ്ങനത്തെ മുടി ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഷോർട്ടൺ ചെയ്തതാണ്. അപ്പോൾ ഇതിനു മുമ്പ് കല്യാണത്തിൻ്റെ സമയത്ത്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷോർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് ഹെയർ കുറച്ചൊക്കെ നമ്മൾ മാനേജ് ചെയ്യാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ പിടിച്ചൊന്ന് കുലുക്കേക്ക് ഇടുക മുടി. കാരണം ലോങ് ആയിട്ട് കിടക്കുമ്പോൾ ഇത്ര കൺവീനിയൻ്റ് ആയിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ശേഷം നേരെ കിച്ചണിൽ വന്നിട്ട് ചായ ഇടാന്ന് കരുതി. ഈവനിങ് ടൈം, അതായത് ഈവനിങ്ങിൽ ടീ ടൈമാണ് എൻ്റെ ഫേവറേറ്റ് ഒരു ദിവസത്തെ. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. നോർമലി എനിക്ക് സ്കൂളിൽ പോകുന്ന സമയം തൊട്ടേ വീട്ടിൽ വന്നാൽ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം വേറെ ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ മോർണിംഗ് ടൈമും എൻജോയ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് സ്നാക്സ് കിട്ടിയത്, പുറത്തുനിന്ന് വാങ്ങുന്നത്. ഇന്നാണെങ്കിൽ പ്രത്യേകിച്ച് സ്നാക്കിംഗ് ഒന്നും ഇല്ലാതെ പോകാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് സ്നാക്സ് കൊണ്ടുവന്നത്. അപ്പോഴത്തെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണെങ്കിൽ സ്നാക്സ് മേടിച്ചോണ്ട് വന്നിട്ട് തികഞ്ഞില്ല എന്ന് കരുതി ഹസ്ബൻഡും കൂടി പോയി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സ്നാക്സ്. അപ്പം എണ്ണ പലഹാരം എന്ന് അടിവരയിട്ട് എഴുതാം. കാരണം ഞാൻ തുറക്കുന്നതിനകം തന്നെ 250 ഗ്രാം എണ്ണ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നല്ലതുപോലെ എണ്ണയുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുള്ളത് ഞാൻ നോക്കുമായിരുന്നു. ഉള്ളിവട ഉണ്ടായിരുന്നു, പഴംപൊരി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സമൂസ ഉണ്ടായിരുന്നു. ചിക്കൻ സമൂസയാണ് അതിലുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം ഞാൻ പറക്കി മാറ്റുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കാതെ വെളിയിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് സർപ്രൈസിങ് ആയിട്ട് ഇതുപോലെ സ്നാക്സ് ഒക്കെ കിട്ടുമ്പോൾ ചെറിയൊരു സന്തോഷം കാണില്ലേ, ആ സന്തോഷം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ചായ ഒരു വിധത്തിൽ തിളയ്ക്കുന്നുണ്ടായിരുന്നില്ല. സാധാരണ ഗസ്റ്റ് വരുമ്പോൾ ഇതേ അവസ്ഥയാണ്. ചായ തിളയ്ക്കത്തില്ല, എത്ര നേരം വച്ചിരുന്നാലും തിളയ്ക്കില്ല. ഇപ്പോൾ സ്നാക്സ് കിട്ടിയപ്പോൾ ചായയുടെ കൂടെ കഴിക്കാമെന്ന് കരുതിയാൽ ഈ ചായ ഇട്ട് തിളയ്ക്കുന്നേ ഉണ്ടായിരുന്നില്ല. അല്ലാതെ വെറുതെ ഒരു ചായ ഇടുവാണെങ്കിൽ അത് സ്പോട്ടിൽ തിളച്ച് വരികയും ചെയ്യും. എന്താണ് ഇതിൻ്റെ ഗുട്ടൻസ് എന്ന് എനിക്കറിയില്ല. ഇതുപോലെയാണ് പാല് കാച്ചുന്ന സമയത്ത് എല്ലാവരും പറയില്ല, നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് തിളച്ച് തൂകാറേയില്ല, ഒന്ന് കണ്ണ് തെറ്റിയാൽ തൂകുന്നത് പോലെ. ഇത്ര നേരമായിട്ട് ചായ തിളയ്ക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ സ്നാക്സ് നേരത്തെയും കഴിച്ചു തുടങ്ങി. ഒരു സമൂസ എടുത്ത് കഴിക്കുവാണ്. അപ്പോൾ നമ്മൾ കളിയാക്കാറില്ലേ, മീറ്ററുള്ളിൽ മീറ്റ് കണ്ടുപിടിക്കാൻ പാടുപെടുന്നു എന്ന്. പക്ഷെ അതുപോലല്ല, ഈ ചിക്കൻ സമൂസയിൽ ശരിക്കും ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് എരി ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നല്ല അടിപൊളി ക്രിസ്പി സമൂസയായിരുന്നു. പിന്നീട് ഈ ചായ തിളയ്ക്കാത്തത് കാരണം ഞാൻ അടുക്കളയിൽ നിന്ന് തന്നെ ഇറങ്ങുവാണ്. സ്നാക്സൊക്കെ കഴിച്ച് മോൾ ഉറങ്ങി കിടക്കുവാണ്. സ്കൂളിൽ നിന്ന് വന്ന് ഫുഡൊക്കെ കഴിച്ച് അവൾ ഉറങ്ങും ഫ്രഷായിട്ട്. അപ്പോൾ അവളെ പോയി നോക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഈ ചായ തിളയ്ക്കുന്നില്ലല്ലോ, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. എനിക്ക് ഒന്നിനും ഇങ്ങനെ ചുമ്മാ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ ചുറ്റും കറങ്ങി നടക്കുവാണ്. ചായ തിളയ്ക്കുന്നേ ഇല്ല. ആകെ 1 കപ്പ് ചായക്കാണ് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നത്. അവസാനം തിളച്ചു വന്നു എൻ്റെ ചായ. ഞാൻ അതൊക്കെ അരിച്ചെടുക്കുന്നുണ്ട്. നല്ല നീട്ടി അങ്ങോട്ട് അടിച്ച് പാകം വരുത്തുന്നുണ്ട്. ഞാൻ മാത്രമേ വീട്ടിൽ ചായ കുടിക്കാറുള്ളൂ. ഇവിടെ ഹസ്ബൻഡ് ചായ കുടിക്കാറില്ല. കോഫി കുടിക്കും, പക്ഷെ ചായ അങ്ങനെ കുടിക്കാറില്ല. അയ്യോ, ഈ 1 കപ്പ് ചായക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം തിളയ്ക്കാൻ വെയിറ്റ് ചെയ്തത്. അങ്ങനെ ഈ ചായ ആയപ്പോൾ തന്നെ ഞാൻ സ്നാക്സ് എൻ്റെതൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞു. ചായ ആയിട്ട് പോവുകയാണ്.
ആ പൈപ്പിൻ്റെ ഇപ്പുറത്ത് 3 നിലയായിട്ടിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനത് ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കാനുള്ള ഐറ്റംസ്, ഉഴുന്ന്, അരി, അങ്ങനെ താഴെ ചോറായിരിക്കുന്നത്. ചോറിടാൻ മറക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതും ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചായ വൈകുന്നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ എന്ന് ഞാനിങ്ങനാണ്. അപ്പോഴേക്കും ഏതെങ്കിലും ഒരു ഫോൺ ഞാൻ തന്നെ വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വന്നില്ലെങ്കിൽ. എൻ്റെ വീട്ടിലവിടെ ചിലപ്പോൾ എൻ്റെ അമ്മയായിരിക്കാം, ചിലപ്പോൾ ചേച്ചിയായിരിക്കാം. ചേച്ചി എൻ്റെ മൂത്തമ്മയുടെ മോളൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ കുഞ്ഞമ്മയായിരിക്കാം. ആരെങ്കിലുമൊക്കെ ഞാൻ വിളിക്കാറുണ്ട് ഫോണിൽ. ഫോൺ വിളിച്ച് ചിരിച്ചു മറിഞ്ഞ് സംസാരിച്ചൊക്കെ നിൽക്കുന്ന ആ സന്തോഷം അധികം നേരം നീണ്ടില്ല. ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തെടുത്ത വ്ളോഗാണ്, മിക്സ്ചറൊക്കെ ഉണ്ടാക്കണമെന്ന് കരുതി. പക്ഷേ അപ്പോഴേക്കും എനിക്ക് കോള് വന്നു, വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞാൻ വർക്ക് ചെയ്തു. ഇതിപ്പോൾ സന്ധ്യ സമയമായി, വിളക്ക് കത്തിക്കുവാണ്. ഇത്രയും നേരം ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു, വിളക്കൊക്കെ തേച്ച് തന്നെ വച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കത്തിക്കുവാണ്. ഇന്നത്തെ വീഡിയോയിൽ മിച്ചറിൻ്റെ റെസിപ്പി ഇടാന്നൊക്കെ കരുതിയതാണ്. ആ ഒരു ഫോൺ കോളിൽ എനിക്ക് എല്ലാ പ്ലാനിങ്ങും പൊളിഞ്ഞു പോയി. പിന്നീട് ഏകദേശം 6:15 വരെ വർക്ക് ചെയ്യുമായിരുന്നു. അതിനുശേഷം വിളക്കൊക്കെ കത്തിച്ചു, ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട്. രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ചന്ദനത്തിരി കത്തിക്കുന്നത് പോലെ വിളക്ക് കത്തിച്ച് ചന്ദനത്തിരി വിളക്കിൻ്റെ മുൻപിൽ കത്തിച്ച് വച്ചതിന് ശേഷം സാമ്പ്രാണി കത്തിക്കും. ഈ സാമ്പ്രാണി കത്തിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സാമ്പ്രാണി കത്തിക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സാമ്പ്രാണി വീട്ടിലേക്ക് തികയാത്ത എനിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കത്തിച്ച് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതിൻ്റെ പുക തട്ടിയാൽ ആ പുക തട്ടി ശ്വാസം മുട്ട് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരെണ്ണം വെച്ചിട്ട് വീട് മൊത്തം കൊണ്ടു നടന്ന് ആ ഒരു പുക സ്പ്രെഡാക്കി കൊടുക്കും. എനിക്ക് ഡസ്റ്റും സ്മോക്കൊക്കെ അടിക്കുമ്പോൾ ശ്വാസം മുട്ട് വരാറുണ്ട്, ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക ഷേപ്പിലുള്ള സാമ്പ്രാണിയായിരുന്നു, ഡയഗണൽ ഷേപ്പായിരുന്നു ഇതിന്. അങ്ങനെ ഞാൻ എവിടെ കണ്ടാലും, ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ലല്ലോ, 20-30 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഞാൻ ഈ ഒരു പാക്കറ്റ് മേടിക്കും. ഇനി ഞാനൊരു അനാഥപ്രേതം പോലെ വീട് മൊത്തം നടന്ന് അവിടെ ഒരു സ്മെല്ല് ഫുള്ള് വീട് ഫില്ലാക്കുകയാണ്. എനിക്കത് ഇഷ്ടമാണ്, ഞാൻ എന്നും ചെയ്യാറുണ്ട്. ഇത് മോക്ക് മലയാളി മങ്ക കോമ്പറ്റീഷൻ വയ്ക്കാനുള്ള പൂവിൻ്റെ മൊട്ട് കെട്ടിയത് ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വെച്ചതാണ്. അങ്ങനെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ആട്ടാനിട്ടത് ആട്ടിയെടുക്കുക. ഈ ആട്ടാനിടുന്നതിനേക്കാളും ബോറ് പരിപാടി വേറെ ഒന്നുമില്ല. കാരണം ഈ നമ്മൾ മിക്സി ഓണാക്കി വെച്ചിട്ട് എനിക്ക് മിക്സിയുടെ ഫ്രണ്ടിൽ തന്നെ ചുമ്മാ ഇങ്ങനെ നിൽക്കുന്നത് ഇഷ്ടമേ അല്ല. വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ ഇതുപോലെ മിക്സി ഓണാക്കി വെച്ചിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകും. പക്ഷേ എനിക്കത് പറ്റില്ല. മിക്സിയുടെ ജാറ് വലുതും ബേസ് ചെറുതും ആയതുകൊണ്ട് എനിക്ക് കൈ അതിലിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കേണ്ടില്ലെങ്കിൽ ഇതിങ്ങനെ ഇരുന്ന് ആടും. മിക്സി മൊത്തത്തിൽ ഷെയ്ക്കാവും, കാരണം കുഞ്ഞു മിക്സിയല്ലേ, ജാറ് വലുതുമാണ്. അങ്ങനെ ആട്ടാനെടുത്ത് അബദ്ധം പറ്റിയത്, ആദ്യമേ ഒരു കുഞ്ഞു പാത്രത്തിലോട്ടാണ് ആട്ടിയ മാവ് ഒഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കത് രാവിലെ ഒരു കിച്ചൺ ഡിസാസ്റ്റർ ആക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വലുതിലേക്ക് മാറ്റി. ഇല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ എല്ലാം കൂടി പൊങ്ങി ടൈൽസിൽ കിടക്കുന്നതായിരിക്കും. ആ ഒരു ഡിസാസ്റ്റർ കണ്ട് എഴുന്നേക്കേണ്ടി വരും ഞാൻ. പിന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ നിന്ന് ആ ഒരു മിക്സർ ജാറൊക്കെ ഞാൻ മാറ്റി. അപ്പോഴത്തേക്ക് എൻ്റെ മോള് വന്നു, അവൾക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാനും കൂടെ ചെന്ന് കിടന്നാലേ ഉറങ്ങുള്ളൂ. അവളിപ്പോൾ അങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്മ എൻ്റെ കൂടെ ഇരിക്കും. ചിലപ്പോൾ ഞാൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ചില സമയത്ത് വിഷമം വരും, അമ്മ വന്നിരിക്കുമോ എന്നൊക്കെ ചോദിക്കും. ഈ പ്രായത്തിൽ അവൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അവൾ വന്നിങ്ങനെ വിഷമം പറയും, വന്ന് കിടക്കുന്നു. ഏകദേശം രാത്രിയാവാറായി, അവളുടെ ഉറങ്ങുന്ന ടൈമൊക്കെ ആയി. ഞാൻ കാര്യമായിട്ട് മിക്സിങ്, ഇത് ഭയങ്കര സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു പരിപാടിയാണ്. മാവ് ഇങ്ങനെ ഉഴുന്നും അരിയെല്ലാം മിക്സ് ചെയ്തെടുക്കുന്ന. പിന്നെ മോളുടെ ലഞ്ച് ബാഗ് ഇപ്പോൾ കിച്ചണിൽ വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് സ്കൂൾ ബാഗ് കൊണ്ടുപോകണ്ട, ലഞ്ച് മാത്രം കൊണ്ടുപോയത്. അപ്പോൾ ലഞ്ച് ബാഗ് മാത്രം കൊടുത്തുവിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആട്ടിയും വെച്ചിട്ടുണ്ടെല്ലാം. ഇത്രയൊക്കെ ഉള്ളൂ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള എൻ്റെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കും. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.